നമസ്കാരം, മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷനിലൊരു ക്വസ്റ്റനാണ്. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നവരൊക്കെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ +2 പഠിക്കുന്നവരോ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക്, ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഇനിയും ഒന്നുകൂടെ എൻട്രൻസ് എഴുതുന്നവർ, കീം ആവാം, ND ആവാം, JE ആവാം, ഇതൊക്കെ ചെയ്യുന്നവർ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ഇൻ്റഗ്രേഷൻ ക്വസ്റ്റനാണ് ബോർഡെ കാണുന്നത്. ഇത്തിരി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, ചെറുതേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടല്ല. ഓക്കെ, നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ്സൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അടുത്ത വർഷത്തെ ക്ലാസ്സിന്, മീൻസ് എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ഇത് മനസ്സിലാവുന്നുണ്ടോ നോക്കണം, കാരണം ഇതിൻ്റെ സ്റ്റെപ്സുകൾ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കണം. മാക്സിമം ഒന്ന് പറ്റുന്നെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് 1 + sin x/4 dx, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ച് ഒന്നുമേ ഒരു മെത്തേഡ് തോന്നുന്നില്ല. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് റിസൾട്ടുകളൊക്കെ അത്യാവശ്യമാണ്. ഞാനിവിടെ ആദ്യം ഒരു റിസൾട്ട് എഴുതാൻ പോവാണ്. sin x അല്ലെങ്കിൽ sin θ, എന്തെങ്കിലും sin θ എന്ന് എഴുതാം. ഓക്കെ, sin അല്ലെങ്കിൽ sin a. sin a എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, 2 sin a/2 cos a/2 എന്ന് എഴുതാം. ഇത് നിങ്ങൾക്ക് പരിചയമുള്ളൊരു റിസൾട്ടാണ് അല്ലേ. sin x 2 sin x/2 cos x/2, sin a 2 sin a/2 cos a/2, sin θ 2 sin θ/2 cos θ/2, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ a നിങ്ങൾ ഇവിടുത്തെ x/4 ആയിട്ട് കരുതുക കേട്ടോ. a = x/4. അപ്പോൾ ഈ a x/4 ആയിട്ട് അങ്ങോട്ട് കരുതാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 + sin x/4നെ നമുക്കപ്പോൾ എങ്ങനെ, sin x/4 ആണ് ഓൾറെഡി കേട്ടോ. a എന്ന് വന്നപ്പോൾ ഇവിടെ രണ്ടിടത്തും a/2 പകുതികളാണ് കണ്ടോ. sin a ഉണ്ടോ, sin a വന്നപ്പോൾ 2 sin എന്താണ് a/2 cos a/2. അപ്പോൾ ഇവിടെ a വന്നാൽ ഇവിടെ രണ്ടിടത്തും a/2. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓൾറെഡി x/4 ആണ്, അതിൻ്റെ പകുതികളാണ് വരേണ്ടത്. അപ്പോൾ 2 sin x/4/2, ദാറ്റ് മീൻസ് x/8 ഇൻറ്റു cos x/8 dx. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ, ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതാൻ പോകുന്നത് ഈ 1നെ ഒന്ന് മാറ്റാൻ പോവാം. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് sin² a + cos² a 1, sin² x + cos² x 1 അല്ലേ. അപ്പോൾ ഈ 1നെ ഞാൻ മാറ്റാൻ പോകുന്നത് sin² x/8 + cos² x/8 ആണോ. sin² + cos² എപ്പോൾ കണ്ടാലും ആരാ മോനെ 1 ആണ് അല്ലേ. sin² + cos², ഉള്ളിൽ കിടക്കുന്നത് സെയിം ആയാൽ മതി. അപ്പോൾ sin² x/8 + cos² x/8 എത്ര മോനെ 1. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് പകരമാണ് ഇത്രയും. ഇനി ബാക്കി അങ്ങോട്ട് പഴയ പോലെ ഇവിടെ തൊട്ട് അങ്ങോട്ട് എഴുതുവാണ്, 2 sin x/8 cos x/8 dx. ഓക്കെ, ഇപ്പോൾ എന്തൊക്കെയോ തോന്നി തുടങ്ങി കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. നോക്കിക്കേ, sin² ഉണ്ട്, cos² ഉണ്ട്, 2 sin cos ഉണ്ട്, a² ഉണ്ട്, b² ഉണ്ട്, 2ab ഉണ്ട്. ദാറ്റ് ഈസ് a + b the whole square. ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് sin x/8 + cos x/8 the whole square dx. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതും ഓക്കെ ആണല്ലോ അല്ലേ. sin x/8 + cos x/8 the whole square. അപ്പോൾ റൂട്ടിനുള്ളിൽ ഹോൾ സ്ക്വയർ, റൂട്ടിനുള്ളിൽ സ്ക്വയർ വന്നാൽ എന്താ സംഭവിക്കുന്നത്, റൂട്ടും സ്ക്വയറുടെ വെട്ടിപ്പോവും. ഓക്കെ, ഇവ തമ്മിൽ അങ്ങോട്ട് വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി ഇൻ്റർനുള്ളിൽ sin x/8 + cos x/8 എന്നാവും. ഇപ്പോൾ കണ്ടോ, റൂട്ടിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് രണ്ട് സാധാരണ മനുഷ്യർ വന്ന് നിൽക്കുന്നത് കണ്ടോ. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സൈൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം -cos ആണ്. അപ്പോൾ sin x/8ൻ്റേത് -cos x/8 ഡിവൈഡഡ് ബൈ 1/8 പ്ലസ് cos x/8ൻ്റേത് sin x/8 ഡിവൈഡഡ് ബൈ 1/8. ഓക്കെ, നോക്കിക്കേ, ഡിനോമിനേറ്റർ 1/8, അപ്പോൾ തിരിച്ചെഴുതുമ്പോൾ ഇത് 8/1 ആയി. 8 മണ്ടയ്ക്ക് ചെല്ലുമ്പോൾ -8 cos x/8, ഈ 8 മണ്ടയ്ക്ക് വരുമ്പോൾ 8 sin x/8 ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇവിടുന്ന് 8നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ഞാൻ ആദ്യം പോസിറ്റീവ് എഴുതുമ്പോൾ 8 × sin x/8 മൈനസ്, ഓക്കെ, മൈനസ് ഇതാദ്യം എഴുതിയേ, ഈ -cos രണ്ടാമത് എഴുതുന്നു, -cos x/8 +. ഓക്കെ, അപ്പോൾ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ എൻട്രൻസ് ക്വസ്റ്റ്യൻ.
അല്ലാതെ നമുക്ക് ചെറിയ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസുകൾ പഠിച്ചുകൊണ്ട് പോയി എൻട്രൻസിനെ പിടിക്കാം, എൻട്രൻസിനെ അങ്ങോട്ട് എളുപ്പം ജയിച്ച് വരാം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇങ്ങനെയൊക്കെയുള്ളവനെ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും എൻട്രൻസ് പഠിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ പഠിച്ചിരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, വലിയ പാടൊന്നുമുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ക്ലാസ് ഒന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.